സമസ്തക്ക് തീരുമാനിക്കേണ്ട അവസ്ഥ വന്നു. ഈ വാഫി വഫിയ അതുമായിട്ട് ഇന്നത്തെ പോലെ തുടർന്ന് ബന്ധപ്പെടാൻ സമസ്തക്ക് കഴിയില്ല എന്നുള്ളത് തീരുമാനിക്കേണ്ടി വന്നു. വാഫി വഫിയ സംവിധാനങ്ങളുമായി ഇന്നത്തെ പോലെ തുടർന്ന് ബന്ധപ്പെടാൻ സമസ്തക്ക് കഴിയില്ല എന്ന് സമസ്ത മുഷാവറ മെമ്പറും കൂടിയായ വാക്കോട് ഉസ്താദാണ് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? തുടർന്നും വാക്കോട് ഉസ്താദ് പറയുന്നുണ്ട്. മാത്രല്ല ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച അദ്ദേഹം നേതൃത്വം നൽകുന്നതോ, നേരെങ്ങനെയാണ് ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ ഒരു വിദ്യാഭ്യാസ സംവിധാനവുമായി സമസ്തക്ക് ബന്ധമില്ല എന്ന് തീരുമാനിച്ചു. സമസ്തന്റെ തീരുമാനം. അപ്പൊ സമസ്തന്റെ തീരുമാനം കേട്ടില്ലേ? ഹക്കീം ആദർശേരി ഫൈസിയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സംവിധാനത്തില് സമസ്തക്ക് ബന്ധമില്ല. അതാണല്ലോ ഇപ്പൊ വാഫി വഫിയ. അപ്പൊ സമസ്തക്ക് ബന്ധമില്ല എന്ന് സമസ്തയുടെ തീരുമാനമാണ് എന്ന് പച്ചക്ക് വാക്കോട് ഉസ്താദ് പറയുമ്പോ നമ്മളെ ഖാദിയർ എന്താ പറയണതെന്ന് കേട്ടോടി. അവിടെയാണ് അതിന്റെ ഉട്ടൻസ്. ഖാദിയർ പറയണത് ഇതാ. ഖാദിയർ എവിടെ? ഒന്ന് ഇടപെട്ടാണ്. വഫിയ കോഴ്സും ആരംഭിക്കപ്പെട്ടിട്ടുള്ളത് സമസ്ത ജമിയത്തുൽ ഉലമ തന്നെയാണ്. അതിന് അംഗീകാരം കൊടുത്തിട്ടുള്ളതും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം നിങ്ങളെ. ഇവിടെ സമസ്ത അതിനെ തള്ളി പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ട് ഇപ്പോഴും അതിന് അംഗീകാരം സമസ്തയാണ് കൊടുക്കുന്നത് എന്നാണ് നമ്മളെ ഖാദിയർ പറഞ്ഞത്. തുടർന്നും ഖാദിയർ പറയട്ടെ. സമസ്ത അതിൻ്റെ അംഗീകാരം എടുത്തു കളഞ്ഞിട്ടൊന്നുമില്ല. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. സമസ്തയുടെ ഒരു രേഖയിലും അത് കാണാൻ പറ്റുകയില്ല. വാഫി വഫിയ കോഴ്സിന് അംഗീകാരം വിവരിച്ചിരിക്കുന്നു സംസ്ഥ എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു രേഖയിലും അത് കാണാൻ പറ്റില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ആരെയിരുന്നു അതൊന്നും അപ്പൊ വാഫി വഫിയ കോഴ്സ് സമസ്ത പിൻവലിച്ചു എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. സമസ്തയുടെ ഒരു രേഖയിലും ഇല്ല എന്ന് പറയുമ്പോ മാത്രമല്ല ഒരു മുഷാവറ മെമ്പർ പോലും അതിനെ തള്ളി പറഞ്ഞിട്ടില്ല എന്നും കൂടി ഖാദിയർ പറയുന്നുണ്ട്. അതും കൂടി വരട്ടെ. കാര്യമാക്കേണ്ടതില്ല. ഒരു മുഷാവറ അംഗവും അതിനെ തള്ളി പറഞ്ഞിട്ടുമില്ല. അത് സംസ്ഥയുടെ അഭിമാനമാണ് ഈ വിദ്യാഭ്യാസ പദ്ധതി എന്നുള്ളത്. വഫിയ മാത്രമല്ല, ഒരു മുഷാവറ അംഗം പോലും അതിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഈ പറയുന്നത് നേരത്തെ നമ്മൾ കേൾപ്പിച്ചത് വാക്കോട് ഉസ്താദാ. പച്ചക്ക് പറഞ്ഞു അതിനെ സമസ്ത അതുമായി ബന്ധമല്ല. ഇനി ഒരു മുഷാവറ മെമ്പർ പോലും അത് തള്ളി പറഞ്ഞിട്ടില്ല എന്ന് നമ്മളെ ഖാദിയർ പറയുമ്പോൾ നേരത്തെ ഞാൻ വാക്കോട് ഉസ്താദിനെ കേൾപ്പിച്ചു. ഇനി അടുത്ത മുഷാവറ മെമ്പർ വരട്ടെ. ഉസ്താദ് വരി, പെട്ടെന്ന് വരി. ഇത് മുഷാവറ മെമ്പറാണ്. ഖാദിയർ നല്ലോണം ശ്രദ്ധിക്കണം. ഇത് മുഷാവറ മെമ്പറാണ് ഈ പറയുന്നത്. സലാം ദാരിമി ഉസ്താദാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇരിക്കട്ടെ, മുഷാവറ മെമ്പർ തുടരട്ടെ. അത് നമുക്ക് ആവശ്യമല്ല. മുഷാവറ മെമ്പർ തള്ളിയിട്ടില്ല എന്നാണ് ഖാദിയർ നേരത്തെ പറഞ്ഞത്. എന്നാ മുഷാവറ മെമ്പർ തള്ളുന്നതാണ് കാണിച്ചു തരുന്നത്. തള്ളുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വണ്ടി നിൽക്കുമ്പോ അതിന് ഉന്തി തള്ളിയിട്ട് മാർക്കല്ലല്ലോ അത് തന്നെയല്ല തള്ളല്. അത് നമുക്ക് ആവശ്യമല്ല. മറ്റേ മുഷാവറ മെമ്പർ വാക്കോട് ഉസ്താദ് പറയാ അത് സമസ്തക്ക് ബന്ധമല്ല എന്ന് സമസ്ത പറഞ്ഞത് തന്നെയാണ്. ഇതന്നെ തള്ളല് പറഞ്ഞ മനസ്സിലായില്ലേ? ഏത് വേറൊരു തള്ളലുണ്ട്. ആ തള്ളലല്ല ഇപ്പൊ ഞാൻ ഈ പറയണേ. ഒറിജിനലായിട്ട് ഈ വാഫി വഫിയ സംവിധാനങ്ങളെ തള്ളിയിട്ടുണ്ട്. അത് മുഷാവറ മെമ്പർമാർ തന്നെയാണ് ഈ പറയുന്നത്. ഇനിയും തുടർന്ന് സലാം ദാരിമി ഉസ്താദ് പറയട്ടെ. അതെ, ഈ അര വഹാബിനെ ഉണ്ടാക്കുന്ന ഈ സംവിധാനമാണ് വാഫി വഫിയ എന്നാണ് മുഷാവറ മെമ്പർ പറയുന്നത്.
മനസ്സിലാക്കണം. വളരെ കൃത്യമായിട്ട് അത് നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ തള്ളിയിട്ടുണ്ട് എന്ന് മുഷാവറ മെമ്പറാണ് ആ പറയുന്നത്. ഖാദിയറിഞ്ഞ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതിന്റെ സമസ്തയുടെ ചേളാരി സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പാപ്പാക്കും കൂടി ഇതിനെക്കുറിച്ച് പറയാണ്ട് തങ്ങളെ. അതായത് നമ്മളെ ഖാദിയർ ഇത് കേൾക്കണം. ജിഫ്രി തങ്ങൾ പാപ്പ ഒന്ന് ഇടപെട്ടാണ് പെട്ടെന്ന്. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. വാഫി പ്രശ്നം ഉണ്ടായിരുന്ന ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനോട് ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നാട്ടോ ഖാദിയറെ പറയണത്. അല്ലാതെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, സമസ്ത തള്ളിയിട്ടില്ല, അത് രേഖയിൽ കാണൂല എന്നൊക്കെ പറയുമ്പോഴേ ഖാദിയർ ഒരു കാര്യം കൂടിയും കേട്ടോളി. ഒന്ന് അംസക്കുട്ടി ഹക്കീം ഫൈസി അവരെ ഈ രംഗത്തുനിന്നൊക്കെ ഒഴിച്ചു സമസ്തനോട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും വാഫിന്റെ നേതൃത്വത്തിൽ അയാൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിന് അദ്ദേഹം ഭാഗവെക്കുകയോ ചെയ്താൽ അതുമായിട്ട് ആ സംവിധാനമായിട്ട് നമ്മൾ ആ സംവിധാനമായിട്ട് സഹകരിക്കൂല എന്നാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം എന്താണ്? ആദർശേരി ഹക്കീം ഫൈസി അതിന്റെ നേതൃത്വ സ്ഥാനത്തുണ്ടാകുമ്പോ ആ സംവിധാനമായിട്ട് നമ്മൾ സഹകരിക്കൂല എന്നാണ് സമസ്തയുടെ തീരുമാനം. ആരാ പറഞ്ഞ? പ്രസിഡന്റ്. അവിടെയാണ് നമ്മളെ ഖാദിയർ ഇടപെട്ടുകൊണ്ട് പറയുന്നത്. ഖാദിയർ പറഞ്ഞ ഒന്നുകൂടി കേൾക്കുകയാണെങ്കിൽ ഖാദിയർ പെട്ടെന്ന് വരും. കോഴ്സ് ആരംഭിക്കപ്പെട്ടിട്ടുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തന്നെയാണ്. അതിന് അംഗീകാരം കൊടുത്തിട്ടുള്ളതും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ചേളാരി സമസ്തയുടെ പ്രസിഡന്റ് അതിനെ തള്ളി, അതുപോലെ വാക്കോട് ഉസ്താദ് തള്ളി, സലാംദാരി ഉസ്താദ് തള്ളി. ഞാര തള്ളണ്ടി ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ ഇതൊരു വഞ്ചനയല്ലേ? ഇതൊരു ചതിയല്ലേ? അതല്ലേ മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ പാപ്പ പറഞ്ഞത്? ചതിക്കപ്പെട്ടിട്ടുണ്ട്, ഇനിയും ഒരുപാട് ചതികൾ വരാനിരിക്കുന്നു. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു ചതിയല്ലേ മനസ്സിലാക്കണത്? ഇത് ഖാദിർ ഈ അടുത്ത് പറഞ്ഞതാ.